നമസ്കാരം. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ വിഷു ഏപ്രിൽ 14 വരുന്നത്. ഈ ഏപ്രിൽ 14 എന്ന ദിവസത്തിന് ജ്യോതിഷപ്രകാരം വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം അന്നേ ദിവസം ചില കാര്യങ്ങൾ ജ്യോതിഷത്തിൽ സംഭവിക്കുന്നതാണ്. ഏപ്രിൽ 14 വിഷുദിനത്തിൽ ഈ നക്ഷത്രക്കാർ തീർച്ചയായും ശോഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അന്നേ ദിവസം സൂര്യന്റെ രാശിമാറ്റം ഈ 5 നാളുകാരുടെ ജീവിതത്തിൽ വളരെയധികം വഴിത്തിരിവുകൾക്ക് കാരണമായി തീരും. നേട്ടങ്ങൾ നൽകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തിക പുരോഗതി തന്നെയാണ് ഫലമായി വന്നു ചേരുക. സൂര്യന്റെ അനുഗ്രഹത്താൽ സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന, സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്ന, വിദ്യയിലും ബിസിനസ്സിലും അത്തരത്തിൽ നിരവധിയാർന്ന മാറ്റങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാരെ കുറിച്ച് മനസ്സിലാക്കാം. പ്രധാനമായും സാമ്പത്തികപരമായ പുരോഗതി ഇവർക്ക് കൈവരിക്കുവാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. ലോട്ടറിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ലഭിക്കുക, വലിയ സമ്മാനങ്ങൾ തന്നെ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും ഇവർക്ക് സംഭവിക്കാവുന്നതാണ്. ധനപരമായ ഉയർച്ചയാണ് ഇവർക്ക് വന്നു ചേരുക. അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്ന് തന്നെ ധനം ലഭിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. ഏവരും ഓം നമോ നാരായണായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആ നക്ഷത്രക്കാർ ഇവരാകുന്നു. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തീരുമാനങ്ങൾ വളരെ ശ്രദ്ധിച്ചെടുക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ പൂർണ്ണ വിജയങ്ങൾ തന്നെ വന്നു ചേരാം. കൂടാതെ ഈ സമയം പ്രവർത്തന സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വന്നു ചേരും. പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും. സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് പരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്നതാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക, പ്രതീക്ഷിക്കാതെ തന്നെ കടബാധ്യതകൾ ഒരു പരിധിവരെയെങ്കിലും കൊടുത്തു തീർക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. സമ്മാനങ്ങൾ ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നതായ സമ്മാനങ്ങളുമാകാം, അല്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്ന മറ്റ് സമ്മാനങ്ങളാണ് എങ്കിലും ലഭിക്കാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാർ തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർ. വിഷു മുതൽ തന്നെ ഇത്തരം സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുകയും ധനപരമായ പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് കടന്നു വരിക. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലം തന്നെയാണ്. ധനപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് മുൻപിലുള്ളത്. മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയം. സമാധാനപൂർണമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പ്രത്യേകിച്ചും സന്താനങ്ങൾ, കുടുംബാംഗങ്ങളുമൊത്ത്, പങ്കാളിയുമൊത്ത് വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. അനുകൂലമായ അല്ലെങ്കിൽ സന്തോഷകരമായ യാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു. തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ കൈക്കൊള്ളുവാൻ സാധിക്കും. ഈ സമയം ധനപരമായ മുന്നേറ്റം, പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സാഹചര്യമുണ്ട്. കൈകളിൽ പണം നിറയുന്നതായ സാഹചര്യമുണ്ട്. കൂടാതെ ഈ സമയം വീടുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. വാഹനയോഗം, വിചാരിക്കുന്നതായ വസ്തുക്കൾ സ്വന്തമാക്കുക, സമ്മാനങ്ങൾ ലഭിക്കുക, അത് ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങളാകാം, അല്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെ മറ്റ് സമ്മാനങ്ങൾ ലഭിക്കുന്നതാകാം. ഇത്തരത്തിൽ പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സാഹചര്യമാണ് ഇവർക്കുള്ളത്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലം തന്നെയാണ്. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പോലും പരിഹരിക്കുവാൻ സാധിക്കും. കാരണം ബിസിനസ് പരമായോ തൊഴിൽപരമായോ ലഭിക്കുന്നതായ ധനത്താലോ അല്ലെങ്കിൽ മറ്റ് വഴികളിലൂടെ ലഭിക്കുന്ന ധനത്താൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരും. ധനപരമായ ഉയർച്ചയാണ് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. തിരുവാതിര
തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ വിഷു മറക്കുവാൻ സാധിക്കാത്ത ഒരു വിഷുവായി മാറും. കാരണം സൗഭാഗ്യങ്ങളാണ് തേടിയെത്തുക. മറക്കുവാൻ സാധിക്കാത്ത ചില ധനപരമായ നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാത്തതായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ കാര്യങ്ങൾ, ധനപരമായ കുത്തൊഴുക്ക് തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രധാനമായും ഒന്നിൽ കൂടുതൽ ധന സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. കൈകളിൽ ബിസിനസ് പരമായും വളരെയധികം ധനം വന്നു ചേരാം. തൊഴിൽപരമായും ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. പല കടബാധ്യതകളും ഈ സമയം നിങ്ങൾക്ക് വീട്ടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അല്ലെങ്കിൽ പല ആവശ്യങ്ങളും ഈ സമയം നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്രതീക്ഷിതമായി സമ്മാനങ്ങൾ തേടി വരുന്നതായ സാഹചര്യമുണ്ട്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ ഉയർച്ച, ലോട്ടറി ഭാഗ്യം, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം വന്നു ചേരാം. അല്ലെങ്കിൽ മറ്റ് സമ്മാനങ്ങൾ, വലിയ സമ്മാനങ്ങൾ തന്നെ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇത്തരത്തിൽ വലിയൊരു സംഖ്യ തന്നെ ധനപരമായി നിങ്ങൾക്ക് അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ അഥവാ കൈകളിലേക്ക് വന്ന് ചേരാവുന്നതാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ 14 ഒരു വിശേഷപ്പെട്ട ദിവസമായി മാറും. കാരണം ധനപരമായ മുന്നേറ്റങ്ങൾ, ധനപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. വിഷു മുതൽ തന്നെ ഇവർക്ക് കാര്യങ്ങൾ, ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക, പ്രതീക്ഷിക്കാതെ തന്നെ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക, സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുക, യാത്രകൾ, സന്തോഷകരമായ യാത്രകൾ വന്നു ചേരുക, വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വന്തമാക്കുക, കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. ബിസിനസ് പരമായി നിങ്ങൾക്ക് ധനപരമായ ഉയർച്ച, പ്രതീക്ഷിക്കാതെ ധനം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം മികച്ചതായ മുന്നേറ്റങ്ങൾ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ലഭിക്കാവുന്നതാണ്. അത് ലോട്ടറിയുമായി ബന്ധപ്പെട്ട് വലിയ സമ്മാനങ്ങൾ തന്നെ ലഭിക്കാം. വലിയ തുക തന്നെ കൈകളിലേക്ക് വന്നു ചേരാം. അല്ലെങ്കിൽ മറ്റ് നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ധനപരമായ ഉയർച്ച അല്ലെങ്കിൽ മറ്റ് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ഇത്തരത്തിൽ ഏപ്രിൽ 14 മുതൽ തന്നെ കാര്യങ്ങൾ അനുകൂലമായി തീരും എന്ന് തന്നെ പരാമർശിക്കാം. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തലവര തെളിയുന്ന ഒരു ദിവസമായി തന്നെ ഏപ്രിൽ 14 വിശേഷിപ്പിക്കുവാൻ സാധിക്കും. സൂര്യന്റെ ഈ രാശിമാറ്റം ഏറ്റവും അനുകൂലമായി തന്നെ ഇവരുടെ ജീവിതത്തിൽ ഫലങ്ങൾ കൊണ്ടുവരുന്നതാണ്. ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും. ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് വഴി ധനപരമായ ഉയർച്ച വന്നു ചേരാം. പ്രതീക്ഷിക്കാത്തതായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. പണം കൈകളിൽ നിറയുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും ധനം വന്നു ചേരാം. കൂടാതെ കർമ്മ മേഖല, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ധനപരമായ ഉയർച്ച വന്നു ചേരും. ബിസിനസ് പരമായി നിങ്ങൾക്ക് നഷ്ടങ്ങളുണ്ട് എങ്കിൽ പോലും ഒരു പരിധിവരെ നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ, തരണം ചെയ്യുവാൻ ഈ സമയം നിങ്ങളെ സഹായിക്കുന്നതാണ്. ധനപരമായ ഉയർച്ച, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ബിസിനസ് പരമായ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന, വലിയ ലാഭങ്ങൾ തന്നെ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്ന ദിവസമായി തന്നെ മാറും. അഥവാ ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. വിഷു മുതൽ അത് പ്രകടമാകും. വലിയ സമ്മാനങ്ങൾ ലഭിക്കുക, അത് ധനപരമായോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ലഭിക്കാവുന്നതാണ്. വലിയ തുക തന്നെ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത്തരം ചില സൗഭാഗ്യങ്ങളും വിഷു മുതൽ നിങ്ങൾക്ക് പ്രകടമാകും. ഇത്തരത്തിൽ ധനപരമായ ഉയർച്ച,
പല കാര്യങ്ങളിലൂടെയും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്ന ദിവസം തന്നെയാണ് ഏപ്രിൽ 14. ഈ ദിവസം മുതൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കും. ഈ പരാമർശിച്ചിരിക്കുന്നതെല്ലാം തന്നെ പൊതുഫല പ്രകാരമാണ്. അതിനാൽ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം.